ഓസിലേറ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷന് സൈനസോയിഡൽ ഓസിലേറ്റേഴ്സും നോൺ സൈനസോയിഡൽ ഓസിലേറ്റേഴ്സുമായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ സൈനസോയിഡൽ ഓസിലേറ്റേഴ്സിനകത്ത് ആർ സി ഓസിലേറ്റേഴ്സ്, എൽ സി ഓസിലേറ്റേഴ്സ്, അങ്ങനെ നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തിയിരുന്നു. അതിൽ ആർ സി ഓസിലേറ്റേഴ്സാണ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ, ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റേഴ്സ് പഠിച്ചത്. ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററും വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററും. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ സി ഓസിലേറ്റേഴ്സാണ്. എൽ സി ഓസിലേറ്റേഴ്സ്, എൽ സി ഓസിലേറ്റേഴ്സ് എന്ന് പറയുമ്പം ഈ ഓസിലേറ്റേഴ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ഇൻഡക്ടറും കപ്പാസിറ്ററുമാണ്. എൽ സി കമ്പോണൻസ് യൂസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഓസിലേറ്റേഴ്സിനെ എൽ സി ഓസിലേറ്റേഴ്സ് എന്ന് പറയാം. സൈനസോയിഡൽ ഓസിലേറ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനകത്ത് വരുന്ന ഓസിലേറ്റേഴ്സാണ്. അപ്പോൾ ഹാർട്ട്ലി ഓസിലേറ്ററാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഹാർട്ട്ലി ഓസിലേറ്റർ നമ്മുടെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ യൂസ് ചെയ്തിട്ടുള്ള CE ആംപ്ലിഫയറിൽ അതേ പാറ്റേണിൽ തന്നെയാണ് ഈ ഹാർട്ട്ലി ഓസിലേറ്റർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഹാർട്ട്ലി ഓസിലേറ്റർ നമുക്കറിയാം. ഇപ്പോൾ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററും വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററൊക്കെ ഏത് ഓസിലേറ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും ആ ഓസിലേറ്ററിൻ്റെ ഓസിലേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബേസിക് ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്, ഒന്ന് അവിടുത്തെ ഫേസ് ഷിഫ്റ്റ് 0 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി ആയിരിക്കണം. ദെൻ ലൂപ്പ് ഗെയിൻ എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് കണ്ടീഷനാണ് ബാർക്കോസൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓസിലേറ്റർ എടുത്തു കഴിഞ്ഞാലും ഈ ബാർക്കോസൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലാണ് അവിടെ ഓസിലേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാർക്കോസൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഫസ്റ്റ് വൺ, നമ്മുടെ ലൂപ്പ് ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി ഓർ 360 ഡിഗ്രി ആയിരിക്കണം. ഇവിടെ CE ആംപ്ലിഫയർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യും നമുക്കറിയാം. ദെൻ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റും കൂടെ പ്രൊവൈഡ് ചെയ്യണം. ആ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹാർട്ട് ലൈൻ ഓസിലേറ്ററിനകത്തും നമ്മളൊരു ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഓട്ടോ ട്രാൻസ്ഫോമറാണ് ഇവിടെ ഫീഡ്ബാക്ക് വരുന്നത്. ഇവിടെ നമുക്ക് ഫിഗറിൽ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ ഔട്ട്പുട്ട് ഇവിടെയാണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. ആ ഔട്ട്പുട്ടിനെ ഫീഡ്ബാക്ക് വഴി നമ്മുടെ ഇൻപുട്ട് സിഗ്നലിലേക്ക് കൊടുക്കും. അപ്പം ഇവിടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ട്രാൻസ്ഫോമറാണ്. ഇവിടെ ഓട്ടോ ട്രാൻസ്ഫോമർ ഈ L1 L2 എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ്ലി കപ്ലിംഗ് ആണ്. L1 സിഗ്നലിനെ ഇൻഡക്റ്റീവ്ലി L2ലും ഇൻഡക്റ്റീവായിട്ട് അവിടെ ജനറേഷൻ നടക്കുന്നുണ്ട്. ദെൻ വോൾട്ടേജ് അക്രോസ് L2 എന്ത് ചെയ്യും? ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ട്. അത് അല്ലേ, ഇവിടെ L1 L2ൻ്റെ മിഡിൽ പോയിൻ്റ് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. സോ ഇൻഡക്റ്റീവ്ലി L2ലേക്ക് കപ്പിൾ ചെയ്യുന്ന സിഗ്നലിനെ എന്ത് ചെയ്യും? നേരെ ഫീഡ്ബാക്ക് എടുത്ത് ബേസിലേക്ക് കൊടുക്കും. അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഒരു CE ആംപ്ലിഫയറിൻ്റെ അകത്ത് R1, R2, RE എന്നൊക്കെ പറയുന്ന റെസിസ്റ്റേഴ്സ് ബയാസിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രോപ്പർ DC ഓപ്പറേറ്റിംഗ് പോയിൻ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടാണ് R1, R2, RE യൂസ് ചെയ്യുന്നത്. ഇവിടെയും അത് തന്നെയാണ്. ഈ ഹാർട്ട്ലി ഓസിലേറ്ററിനകത്തും സെയിം ഫങ്ഷൻ തന്നെയാണ്. R1, R2, RE റെസിസ്റ്റേഴ്സ് ഇറ്റ് യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് സ്റ്റെബിലൈസേഷൻ ഓഫ് ദി സർക്യൂട്ട്. ദെൻ CE എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റർ ഉണ്ട്. CE എന്ന് പറയുന്ന ബൈപ്പാസ് കപ്പാസിറ്ററാണ്. AC സിഗ്നലിനെ, എമിറ്ററിൽ വരുന്ന AC സിഗ്നലിനെ ഗ്രൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഗെയിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് CE ബൈപ്പാസ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് കപ്ലിംഗ് കപ്പാസിറ്റർ. കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന് പറയുമ്പം നമ്മുടെ ഔട്ട്പുട്ടിലുണ്ടാവുന്ന, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കളക്ടറിൽ നിന്നാണ് എടുക്കുന്നത്. കളക്ടറിലുണ്ടാവുന്ന സിഗ്നലിനെ AC സിഗ്നലിനെ കപ്പിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഔട്ട്പുട്ടിലേക്ക് AC സിഗ്നലിനെ കപ്പിൾ ചെയ്യും. അപ്പോൾ കപ്ലിംഗ് കപ്പാസിറ്റർ DCനെ അവിടെ ബ്ലോക്ക് ചെയ്യും. പ്യുവർ AC മാത്രമേ അവിടെ നിന്ന് എടുക്കുകയുള്ളൂ. ആ ACനെ എന്ത് ചെയ്യും? അടുത്ത നമ്മുടെ ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് സർക്യൂട്ടിലേക്ക് കൊടുക്കും. ആ ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് കൊടുത്തിട്ട് അവിടെ കപ്ലിംഗ് നടന്നു വരുന്ന വോൾട്ടേജ് അക്രോസ് L2 ഫീഡ്ബാക്ക് എടുക്കും. ദെൻ അതിൻ്റെ സെക്കൻഡറിയിലുള്ള വൈൻഡിങ് നമ്മൾ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് എടുക്കും.
ഒരു ട്യൂൺഡ് സർക്യൂട്ടാണ് ഇവിടെ ഔട്ട്പുട്ട് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ അകത്ത് പിന്നൊന്ന് വരുന്നതാണ് RFC എന്ന് പറയുന്ന റേഡിയോ ഫ്രീക്വൻസി ചോക്ക്. അത് നമ്മൾ കളക്ടറിനെയും സപ്ലൈക്കും നടുക്ക് വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RFCയുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DC-നെ പാസ് ചെയ്യും. ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടാണ്. DC-നെ പാസ് ചെയ്യും, AC-നെ ബ്ലോക്ക് ചെയ്യും. സോ DC-നെ പവർ സപ്ലൈയിൽ നിന്ന് DC-നെ എന്ത് ചെയ്യും, അത് ഇൻഡക്ടർ പാസ് ചെയ്യും, പക്ഷെ അവിടെ AC-നെ ബ്ലോക്ക് ചെയ്യും. അപ്പം ദെൻ കളക്ടറിലെത്തുന്ന സിഗ്നൽ എന്ത് ചെയ്യും, AC സിഗ്നലിന് മാത്രമാണ് അടുത്ത സ്റ്റേജിലേക്ക് കൊടുക്കുന്നത്. പവർ സപ്ലൈ VCCയിൽ നിന്ന് വരുന്ന DC കറണ്ടിനെ ഫ്ലോ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ റേഡിയോ ഫ്രീക്വൻസി ചോക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഹാർട്ട്ലി ഓസിലേറ്ററിൻ്റെ ബേസിക് സർക്യൂട്ടിനകത്ത് വരുന്നത്. ദെൻ എഗെയിൻ CB എന്ന് പറയുന്ന ഇൻപുട്ട് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ CE ആംപ്ലിഫയറിലൊക്കെ പഠിച്ച സെയിം ഫങ്ഷൻ തന്നെയാണ് CBയും വരുന്നത്. CB എന്ന് പറയുന്നത് ഇൻപുട്ടിലേക്ക് AC സിഗ്നലിനെ പാസ് ചെയ്യും, DC-നെ അവിടെ ബ്ലോക്ക് ചെയ്യും. പ്യുവർ AC മാത്രം ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് CB അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ CB, CE, CC. ദെൻ നമ്മൾ പറഞ്ഞു ഇതൊരു ഓസിലേറ്ററായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻസ് ആയിട്ടുള്ള ബാർക്കോസൺ ക്രൈറ്റീരിയ, ഫേസ് ഷിഫ്റ്റ് 0 ഡിഗ്രി ഓർ 360 ഡിഗ്രിയും ലൂപ്പ് ഗെയിൻ 1 എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് 1 ആണ് 0 ഡിഗ്രി ഓർ 360 ഡിഗ്രി. ഇവിടെ 360 ഡിഗ്രി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, ഒരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം 180 ഡിഗ്രി നമ്മുടെ ആംപ്ലിഫയർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിമൈനിങ് 180 ഡിഗ്രി ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഫീഡ്ബാക്ക് സർക്യൂട്ട്. അപ്പോൾ ഫീഡ്ബാക്ക് സർക്യൂട്ട് ഈ L1 L2 എന്ന് പറയുന്ന ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് സർക്യൂട്ട് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എത്രയായി, ഇവിടെ 180 ആൻഡ് ഹിയർ 180, ഇവിടേക്ക് എത്തുമ്പോൾ വീണ്ടും 180, ടോട്ടൽ എത്രയായി, 360 ഡിഗ്രി ആയി. അപ്പോൾ 360 ഡിഗ്രി ഓർ 0 ഡിഗ്രി, 360 ഡിഗ്രി ഓർ 0 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി, അവിടെ പോസിറ്റീവ് ഫീഡ്ബാക്കായി. 360 ഡിഗ്രി ഓർ 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് നടന്നു. അപ്പം പോസിറ്റീവ് ഫീഡ്ബാക്ക് അവിടെ ആയി. ദെൻ നമുക്കിനി ഒരു കണ്ടീഷനും കൂടെ പറഞ്ഞത് A β 1 ആയിരിക്കണം. അപ്പോൾ A β 1 ആയിരിക്കണം. നമുക്കൊരു കാര്യം നോക്കാം, ഇതിൻ്റെ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ, ഫീഡ്ബാക്ക് സർക്യൂട്ട് നമ്മൾ കണ്ടു, ഒരു ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് സർക്യൂട്ട് കണ്ടു. അതിൻ്റെ ഫീഡ്ബാക്ക് ഫ്രാക്ഷനാണ് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നത് ബീറ്റ എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ്. ബീറ്റ ഈക്വൽ ടു L2 ഡിവൈഡഡ് ബൈ L1. ഇതിനെയാണ് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ബീറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ ഓസിലേഷൻസ് ടു സ്റ്റാർട്ട്, ആ ക്രൈറ്റീരിയ അവിടെ നമ്മുടെ സെക്കൻഡ് ക്രൈറ്റീരിയ നടക്കണം. അപ്പോൾ ഫോർ ഓസിലേഷൻസ് ടു സ്റ്റാർട്ട് ആ ഓസിലേഷൻസ് നടക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, A ബീറ്റ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. ഇങ്ങനെയാണെങ്കിലാണ് അവിടെ ഓസിലേഷൻ തുടങ്ങുക. അപ്പോൾ നമ്മുടെ വോൾട്ടേജ് ഗെയിൻ എന്തായിരിക്കണം, ഇതിൽ നിന്ന് വോൾട്ടേജ് ഗെയിൻ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 1/β എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/β എന്താണ്, A ഗ്രേറ്റർ ദാൻ ബീറ്റ എന്ന് പറയുമ്പം L2/L1. സോ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, L1/L2. സോ ഗെയിൻ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ L1/L2 or equal to L1/L2. ഇതാണ് കണ്ടീഷൻസ് ഫോർ ഓസിലേഷൻസ് in Hartley oscillator. A should be greater than L1/L2. ദെൻ പിന്നെ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഓരോ എലമെൻസിന് ഫങ്ഷൻ, ദെൻ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ, കണ്ടീഷൻ ഫോർ ഓസിലേഷൻ, ദെൻ നമുക്ക് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ് ഇത് ഓസിലേറ്റ് ചെയ്യുന്നത്. ആ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ F0 ഈക്വൽ ടു 1/2π√LC. ഈ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ് അവിടെ ഓസിലേഷൻസ് നടക്കുന്നത്. ദെൻ ഈ ഇൻഡക്ടറിനെ L ഈക്വൽ ടു, അപ്പോൾ ഇവിടെ നമുക്ക് L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ L എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, L1 L2 കണക്ട് ചെയ്തിട്ടുണ്ട്. സർ അവിടെ ഇൻഡക്റ്റ് മാഗ്നറ്റിക്കലി കപ്ലിംഗ് അവിടെ നടക്കുന്നുണ്ട്.
L1 L2 രണ്ട് ഇൻഡക്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പം. അപ്പോൾ അവിടുത്തെ കപ്ലിംഗ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം വരുമ്പം ഇൻഡക്റ്റീവ് കപ്ലിങ്, സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും വരുന്നുണ്ട്. സോ നമുക്ക് ഇവിടുത്തെ നെറ്റ് ഇൻഡക്റ്റൻസ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ F0 = 1/2π√LC. ഇവിടെ നമ്മൾ പറഞ്ഞു സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും വരുന്നുണ്ട്. സോ അവിടെ നമുക്ക് അതിൻ്റെ നെറ്റ് L എന്ന് പറയുന്നത്, ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് L1 + L2 + 2M എന്ന് പറയാം. ഇതാണ് അവിടുത്തെ നെറ്റ് ഇൻഡക്റ്റൻസ്. സോ നമുക്കിതിനെ F0 = 1/2π√LC എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. അപ്പോൾ നമ്മളുടെ ഹാർട്ട്ലി ഓസിലേറ്ററിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഹാർട്ട്ലി ഓസിലേറ്റർ ബേസിക്കലി ആംപ്ലിഫയർ സിമിലർ ടു CE ആംപ്ലിഫയർ ആണ്. പക്ഷേ കളക്ടറിൻ്റെയും സപ്ലൈക്കും അക്രോസ് റേഡിയോ ഫ്രീക്വൻസി ചോക്കാണ് ഉപയോഗിക്കുന്നത്. ദെൻ ഔട്ട്പുട്ട് സിഗ്നലിനെ ഫീഡ്ബാക്ക് ചെയ്യുന്നത് ഒരു ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് സർക്യൂട്ട് വഴിയാണ് ഫീഡ്ബാക്ക് ചെയ്യുന്നത്. ദെൻ ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് സർക്യൂട്ട് 180 ഡിഗ്രി പ്രൊവൈഡ് ചെയ്യും, ആംപ്ലിഫയർ 180 ഡിഗ്രി പ്രൊവൈഡ് ചെയ്യും, ടോട്ടൽ 360 ഡിഗ്രി. അങ്ങനെ പോസിറ്റീവ് ഫീഡ്ബാക്ക് അവിടെ കിട്ടി. പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓസിലേഷൻസ് തുടങ്ങും. ഒരു കണ്ടീഷൻസും കൊണ്ട് ഗെയിൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ L1/L2. കാരണം ബീറ്റ എന്നിവിടെ പറയുന്നത് L2/L1 ആണ്. അപ്പം ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലാണ് ഓസിലേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1/β ആവണം. അപ്പോൾ ഗ്രേറ്റർ ദാൻ L1/L2. അപ്പം ഇതാണ് ഹാർട്ട്ലി ഓസിലേറ്ററിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വണ്ണാണ് കോൾപിറ്റ് ഓസിലേറ്റർ. കോൾപിറ്റ് ഓസിലേറ്റർ എന്ന് പറയുന്നതും LC ഓസിലേറ്റേഴ്സിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പം ഇവിടെയും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഹാർട്ട്ലി ഓസിലേറ്ററിന് സിമിലറായിട്ടുള്ളൊരു സർക്യൂട്ടാണ്. പക്ഷേ എവിടെയാണ് മാറ്റം വരുന്നത്? ഫീഡ്ബാക്കിലാണ് ചേഞ്ച് വരുന്നത്. ഹാർട്ട്ലി നമ്മൾ പറഞ്ഞിരുന്നു ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് ആണെന്ന്. പക്ഷേ കോൾപിറ്റ് ഓസിലേറ്റർ എന്താണ്? കപ്പാസിറ്റീവ്ലി കപ്പിൾഡ് സർക്യൂട്ടാണ്. അപ്പോൾ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ നമുക്ക് കപ്പാസിറ്ററാണ് അവിടെ കപ്ലിംഗ് നടത്തുന്നത് കാണാൻ പറ്റുന്നത്. ഇവിടെയും നമ്മുടെ നേരത്തെ പഠിച്ച പോലെ CE ആംപ്ലിഫയറിൻ്റെ അകത്ത് അതേ സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ ഈ ഓസിലേറ്ററിൻ്റെ അകത്ത് വരുന്ന ആംപ്ലിഫയറിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. R1, R2, RE എന്ന് പറയുന്ന എലമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത് സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടാണ്. ദെൻ RFC എന്ന് പറയുന്ന റേഡിയോ ഫ്രീക്വൻസി ചോക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് കളക്ടറിൻ്റെയും പവർ സപ്ലൈൻ്റെയും നടുക്കാണ്. അത് നമ്മുടെ DC സിഗ്നൽ സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ റേഡിയോ ഫ്രീക്വൻസി ചോക്ക് യൂസ് ചെയ്യുന്നത്. ദെൻ കപ്ലിംഗ് കപ്പാസിറ്റർ ഔട്ട്പുട്ടിൽ കൊടുക്കുന്നത് നമ്മുടെ ഔട്ട്പുട്ടിലുണ്ടാവുന്ന AC സിഗ്നലിനെ ഔട്ട്പുട്ടിലേക്ക് കപ്പിൾ ചെയ്യും, DCനെ അവിടെ ബ്ലോക്ക് ചെയ്യും. ദെൻ നമ്മുടെ A എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നൽ എത്തും. B എന്ന് പറയുന്ന പോയിന്റിൽ അതിനെ ഫീഡ്ബാക്ക് എടുത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഫീഡ്ബാക്ക് കൊടുക്കുന്ന സമയത്ത് AB എന്ന് പറയുന്ന ഈ രണ്ട് പോയിൻറ്റ്സ് തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. C1 C2 സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം കപ്ലിംഗ് കപ്പാസിറ്റർ വഴി Aയിൽ വരുന്ന സിഗ്നലിൽ C1ലെത്തും. C1ൽ എന്ത് ചെയ്യും? അത് കപ്പാസിറ്റീവ്ലി C2 ആയിട്ട് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ ഒരു വോൾട്ടേജ് ഉണ്ടായിരിക്കും. ആ വോൾട്ടേജ് എന്ത് ചെയ്യും? വോൾട്ടേജ് അക്രോസ് C2 ഈസ് ഫീഡ്ബാക്ക് ടു ദ ഇൻപുട്ട് സിഗ്നൽ. ദെൻ CB എന്ന് പറയുന്ന ഇൻപുട്ട് കപ്പാസിറ്റർ യൂസ് ചെയ്ത് നമ്മൾ നേരത്തെ പഠിച്ച സെയിം ഫങ്ഷൻ തന്നെ AC സിഗ്നലിനെ ബേസിലേക്ക് കപ്പിൾ ചെയ്യും, DCനെ അവിടെ ബ്ലോക്ക് ചെയ്യും. അഗെയിൻ ഫിൽറ്ററിങ് പർപ്പസ് ആണ് കപ്പാസിറ്റേഴ്സ് എല്ലാം ഇവിടെ ചെയ്യുന്നത്. ദെൻ CE എന്ന് പറയുന്ന ബൈപ്പാസ് കപ്പാസിറ്റർ. CE എന്ന് പറയുന്ന ബൈപ്പാസ് കപ്പാസിറ്റർ ഇവിടെ എന്താ ചെയ്യുന്നത്? AC സിഗ്നലിനെ, എമിറ്ററിൽ വരുന്ന AC സിഗ്നലിനെ ഗ്രൗണ്ട് ചെയ്യുന്നു. അവിടെ ഗെയിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് CE എന്ന് പറയുന്ന ബൈപ്പാസ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് കോൾപിറ്റ് ഓസിലേറ്ററിനകത്ത് വരുന്നത് കപ്പാസിറ്റീവ്ലി കപ്പിൾഡ് സർക്യൂട്ടാണ്. ഇവിടെ 180 ഡിഗ്രി നമ്മുടെ CE ആംപ്ലിഫയർ പ്രൊവൈഡ് ചെയ്യും. ദെൻ ഫീഡ്ബാക്ക് സർക്യൂട്ട് അഗെയിൻ 180 ഡിഗ്രി പ്രൊവൈഡ് ചെയ്യും. ടോട്ടൽ നമുക്ക് എന്ത് കിട്ടി? 360 ഡിഗ്രി. അപ്പം ആംപ്ലിഫയർ 180 ഡിഗ്രി, ദെൻ ഫീഡ്ബാക്ക് സർക്യൂട്ട് 180 ഡിഗ്രി. ടോട്ടൽ എത്ര നമുക്ക് കിട്ടി? 360 ഡിഗ്രി കിട്ടി. അപ്പം ഇതെന്തായി? ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഫാക്ടർ
നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫീഡ്ബാക്ക് ഫാക്ടർ വേണ്ടേ? ഫീഡ്ബാക്ക് നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞു. ആ ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ എന്ന് പറയുന്നത് C1 ഡിവൈഡഡ് ബൈ C2 ആണ്. അപ്പം ബീറ്റ ഈക്വൽ ടു C1 ഡിവൈഡഡ് ബൈ C2. ഇതാണ് ഫീഡ്ബാക്ക് ഫാക്ടർ. ദെൻ കണ്ടീഷൻ ഫോർ ഓസിലേഷൻസ് എന്താണ്? ഓസിലേഷൻസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എ ബീറ്റ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 ബൈ ബീറ്റ. Therefore A should be greater than 1 by beta എന്ന് പറയുമ്പോൾ C1 by C2. So C2 by C1. This is the condition for oscillation. Gain should be greater than C2 by C1. Condition for oscillation to start in an Colpitts oscillator is A should be greater than C2 by C1. The next one is frequency of oscillation. Frequency of oscillation. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? F0 ഈക്വൽ ടു 1/2π√LC തന്നെയാണ്. പക്ഷേ ഇവിടെ ഏതാണ്? സി ആണ് കപ്പാസിറ്റീവ്ലി കപ്ലിംഗ് നടത്തുന്നത്. ആ സി എന്ന് പറയുന്നത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. C1 C2 സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറയുമ്പോൾ സി എന്തായിരിക്കും? C1 C2 ഡിവൈഡ് ബൈ C1 പ്ലസ് C2. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിൻ്റെ അകത്ത് പറയാനുള്ളത്? കോൾപിറ്റ് ഓസിലേറ്ററിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. കോൾപിറ്റ് ഓസിലേറ്റർ മെയിൻലി നമ്മൾ ഫ്രീക്വൻസി 1 MHz to 500 MHz വരെയുള്ള സിഗ്നൽസിന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് കോൾപിറ്റ് ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പം ഹാർട്ട്ലി ഓസിലേറ്റർ തമ്മിൽ കോൾപിറ്റ് ഓസിലേറ്റർ ഡിഫറൻസ് എന്ന് പറയുന്നത് കോൾപിറ്റ് ഓസിലേറ്റർ കപ്പാസിറ്റീവ്ലി കപ്ലിംഗ് ആണ്. ദെൻ ഫീഡ്ബാക്ക് ഫാക്ടർ എന്ന് പറയുന്നത് C1 by C2 ആണ്. സോ വോൾട്ടേജ് ഗെയിൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ C2 by C1. ഇതാണ് രണ്ട് കണ്ടീഷൻസ് ഇതിൻ്റെ അകത്ത് വരുന്നത് പാർക്കിൻസൺ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ദെൻ ബാക്കി വർക്കിംഗ് ഒക്കെ നമ്മുടെ ഏതുപോലെ തന്നെയാണ് വരുന്നത്? ഹാർട്ട്ലി ഓസിലേറ്റർ പോലെ തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് ഓസിലേറ്റർ നമുക്ക് ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുമ്പം സർക്യൂട്ട് ഇതാണ് വരുന്നത്. സൈനസോയിഡൽ ഓസിലേറ്റേഴ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെയാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. RC ഓസിലേറ്റർ, LC ഓസിലേറ്റർ പോലെ തേർഡ് വണ്ണാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. അപ്പോൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ട്യൂൺഡ് ഓസിലേറ്ററാണ്. അപ്പം ട്യൂൺഡ് ഓസിലേറ്ററാണ്. ട്യൂൺഡ് ഓസിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ് അതെന്ത് ചെയ്യുന്നത്? റെസൊണേറ്റ് ചെയ്യുന്നത്. ദെൻ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പം അങ്ങനെ ട്യൂൺഡ് സർക്യൂട്ടിലേക്ക് വേണ്ടി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രിസ്റ്റലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്രിസ്റ്റൽ ഓസിലേറ്ററിനകത്ത് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്രിസ്റ്റലിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം, എന്താണ് ക്രിസ്റ്റൽ എന്നൊക്കെ ഉള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പം ഈ ക്രിസ്റ്റൽ ഇവിടെ ക്രിസ്റ്റലിൽ അതിൻ്റെ നാച്ചുറൽ ഷേപ്പാണ് കാണിച്ചിട്ടുള്ളത്. ഒരു ഡയമണ്ട് ഷേപ്പിൽ, ഹെക്സഗണൽ ഷേപ്പിലാണ് അതിൻ്റെ നാച്ചുറൽ ഷേപ്പ് ക്രിസ്റ്റലിൻ്റെ. ദെൻ അതിനെ നമ്മൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രോപ്പർട്ടീസ്, പീസോ ഇലക്ട്രിക് പ്രോപ്പർട്ടീസിലൊക്കെ മാറ്റം വരും. അപ്പോൾ ഇതിനെ കട്ട് ചെയ്യുക എന്ന് പറയുമ്പം എക്സ് കട്ട്, വൈ കട്ട് എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് കട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇതിൻ്റെ പീസോ ഇലക്ട്രിക് എഫക്റ്റാണ്, ആ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് ക്രിസ്റ്റൽസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പീസോ ഇലക്ട്രിക് എഫക്റ്റ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ ക്രിസ്റ്റലിലേക്ക് AC വോൾട്ടേജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അതിന് പ്രൊപ്പോർഷണലായിട്ട് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും ഈ ക്രിസ്റ്റൽ. ഇനി അതല്ല, നമ്മളിതിലേക്കൊരു മെക്കാനിക്കൽ ഫോഴ്സ്, ഓപ്പോസിറ്റായിട്ട് ഒരു മെക്കാനിക്കൽ ഫോഴ്സ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോഴ്സിന് പ്രൊപ്പോർഷണലായിട്ട് AC വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ പീസോ ഇലക്ട്രിക് എഫക്റ്റ് പ്രോപ്പർട്ടി ഉള്ള ക്രിസ്റ്റൽസ് ആണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്? ക്രിസ്റ്റൽ ഓസിലേറ്റർ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. മെയിൻ ക്രിസ്റ്റലാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ക്വാർട്സ് ക്രിസ്റ്റൽ, റോഷ്ലെ സാൾട്ട്, അതേപോലെ ടൂർമലൻസ് ക്രിസ്റ്റൽസ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രിസ്റ്റൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇത് വൈഡ് അപ്ലിക്കേഷൻസ് വരുന്ന ഒരു ഓസിലേറ്ററാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്മിറ്റേഴ്സിനകത്ത്, ഡിജിറ്റൽ വാച്ചസിനകത്ത്, ക്ലോക്കിൻ്റെ അകത്തൊക്കെ ക്രിസ്റ്റൽസ് യൂസ് ചെയ്തിട്ടുള്ള ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് വരുന്നുണ്ട്.
അപ്പോൾ പറഞ്ഞു ക്രിസ്റ്റലിൻ്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ പീസോ ഇലക്ട്രിക് പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരുമെന്ന് പറഞ്ഞു. അപ്പം നമ്മളിതിലേക്കൊരു വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. ഇനി അതല്ല പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നമുക്ക് എങ്ങനെ പറയാം, അതിലേക്കൊരു മെക്കാനിക്കൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന് പ്രൊപ്പോർഷണലായിട്ട് ഒരു AC വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ഈ പീസോ ഇലക്ട്രിക് പ്രോപ്പർട്ടിയാണ് നമ്മൾ എവിടെ എടുക്കുന്നത്, ക്രിസ്റ്റൽ ഓസിലേറ്ററിന് വേണ്ടി നമ്മൾ എടുക്കുന്നത്. അപ്പം ക്രിസ്റ്റൽ ഓസിലേറ്ററിനെ നമ്മൾ അതിൻ്റെ ക്രിസ്റ്റൽ സിമ്പിളാണ് C എന്ന് പറയുന്ന ഫിഗറിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളത്, ക്രിസ്റ്റൽ സിമ്പിൾ. ഈ സിമ്പിളാണ് നമ്മളിനി സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഈ സിമ്പിൾ മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി. ക്രിസ്റ്റൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സിമ്പിൾ മാത്രം യൂസ് ചെയ്ത് നമുക്ക് എന്തറിയാൻ പറ്റും, ഇതൊരു ക്രിസ്റ്റൽ ആണ്, അവിടെ ഈ ക്രിസ്റ്റൽ യൂസ് ചെയ്തിട്ടുള്ള ഓസിലേറ്റർ ആണെന്ന് അറിയാൻ പറ്റും. അപ്പം ക്രിസ്റ്റൽ യൂസ് ചെയ്ത് നമ്മളിവിടെ ഓസിലേറ്റർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അപ്പം ഇവിടെ നമുക്ക് നോക്കിയാലും നമുക്കറിയാൻ പറ്റും, ഈ ക്രിസ്റ്റലിൻ്റെ അകത്ത് ഈ ഓസിലേറ്ററിനകത്ത് R1 R2 RE എന്ന് പറയുന്ന റെസിസ്റ്റേഴ്സ്, ഈ റെസിസ്റ്റേഴ്സ് ഇതേ സർക്യൂട്ട് തന്നെയാണ് നമ്മൾ ഏതിൻ്റെ അകത്ത് CE ആംപ്ലിഫയറിൻ്റെ അകത്തും മുന്നത്തെ ഹാർട്ട്ലി ഓസിലേറ്റർ, കോൾപിറ്റ് ഓസിലേറ്ററിൻ്റെ അകത്തൊക്കെ നമ്മൾ പഠിച്ചത്. പക്ഷേ ഇവിടെ എന്ത് വരുന്നില്ല, ഒരു ഫീഡ്ബാക്ക് ഒന്നും ഇവിടെ എടുക്കുന്നില്ല. ദെൻ ഒരു ക്രിസ്റ്റൽ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ RFC നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേഡിയോ ഫ്രീക്വൻസി ചോക്കിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് DC സിഗ്നൽസിനെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RFC എന്ന് പറയുന്ന കമ്പോണൻ്റ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ DC നമുക്ക് കളക്ടറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ നമ്മുടെ അവിടുത്തെ ACനെ നമ്മൾ അവിടുന്ന് ഔട്ട് എടുത്തു. ആ DC എഗെയിൻ ബേസിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു C എന്ന് പറയുന്ന കപ്പാസിറ്റർ വഴി ക്രിസ്റ്റൽ കണക്ട് ചെയ്തിട്ടുള്ളത് ബേസിലേക്ക്. അപ്പോൾ എന്ത് ചെയ്യും, ആ കപ്പാസിറ്റർ DCനെ ബ്ലോക്ക് ചെയ്ത് ACനെ മാത്രമാണ് ബേസിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. അപ്പം അതിന് പ്രൊപ്പോർഷണലായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഓസിലേറ്റർ റെസൊണേറ്റ് ചെയ്യാൻ തുടങ്ങും. സിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് പഴയ ഫങ്ഷൻ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, A സിഗ്നലിനെ ബൈപ്പാസ് ചെയ്യുക എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെയും ഫങ്ഷൻ വരുന്നത്. അപ്പം ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി നമ്മളിവിടെ ക്രിസ്റ്റലിന് കിട്ടുന്ന വോൾട്ടേജിനനുസരിച്ച് എന്ത് ചെയ്യും, അത് റെസൊണേറ്റ് ചെയ്യും. മീൻസ് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ അവിടെ ഓസിലേഷൻസ് നടക്കും. ആ ഓസിലേഷൻസ് ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്, ഔട്ടിൽ വരുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജ്, ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി. അപ്പം ഒരുപാട് അപ്ലിക്കേഷൻസ് വരുന്ന ഒന്നാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ അകത്തും വാച്ചസ്, ക്ലോക്ക് ഒക്കെ ഉപയോഗിക്കുന്ന നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ. നമുക്ക് ഹൈലി ആക്യുറേറ്റ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് സിഗ്നൽ ഒരു ജനറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് യൂസ് ചെയ്യാം. ദെൻ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമ്പോഴും ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരുന്നുണ്ട്. ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസിയെ നമുക്ക് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് വിളിക്കാം. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് ദ സർക്യൂട്ട് റെസൊണേറ്റ്, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്നത്. മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന ഫ്രീക്വൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. സോ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ നമ്മുടെ നേരത്തെ അതേ ഇക്വേഷൻ തന്നെ F0 = 1/2π√LC. ഇവിടെ C എന്ന് പറയുന്ന ഒരൊറ്റ C കപ്പാസിറ്ററിന് നിന്നു. സോ ഇവിടുത്തെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ F0 = 1/2π√LC. This is the frequency at which we get the maximum output. അല്ലെങ്കിൽ എന്താണ് നമുക്ക് പറയാം, ഫ്രീക്വൻസി ഓസിലേഷൻ ഈസ് ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് ദ സർക്യൂട്ട് റെസൊണേറ്റ്. ഇതൊക്കെയാണ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് എന്തിനെ കുറിച്ച് പറയാനുള്ളത്, ക്രിസ്റ്റൽ ഓസിലേറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. R1 R2 RE ഫങ്ഷൻസ് സെയിം ആണ്. RFC നമ്മൾ ക്രിസ്റ്റലിൽ ഹാർട്ട്ലിയിലും കോൾപിറ്റിലും പഠിച്ച സെയിം ഫങ്ഷൻ തന്നെ. CEയുടെ ഫങ്ഷനും സെയിം ആണ്. ദെൻ ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എന്താണ്, ഒരു ക്രിസ്റ്റലും ഒരു കപ്പാസിറ്ററും. ഈ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഔട്ട്പുട്ടിലെ DC സിഗ്നലിൻ്റെ ബേസിലേക്ക് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, ACനെ മാത്രമേ പാസ് ചെയ്യുള്ളൂ. അപ്പം ഇങ്ങനെ ദെൻ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, ക്രിസ്റ്റൽ ഓസിലേറ്ററിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ആപ്ലിക്കേഷനാണ് കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ വാച്ചസ്, ക്ലോക്കുകളൊക്കെ വരുന്നത്. ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. ഈ ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ആക്യുറസി നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യാം. ക്വാളിറ്റി ഫാക്ടർ ഈ ക്വാളിറ്റി ഫാക്ടർ ഡിനോട്ട് ചെയ്യുന്നത് Q യൂസ് ചെയ്തിട്ടാണ്. അപ്പം Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Q ഫാക്ടർ ഓഫ് എ ടിപ്പിക്കൽ ക്രിസ്റ്റൽ,
ഇപ്പം ഒരു ടിപ്പിക്കൽ ക്രിസ്റ്റലിൻ്റെ ക്യൂ വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20,000 ഒക്കെ വരുന്നുണ്ട്. 20,000 അതിൻ്റെ ക്വാളിറ്റി ഫാക്ടർ വരാം. ഇപ്പം ഹൈ ക്വാളിറ്റി ഫാക്ടർ ആവുന്നതിനനുസരിച്ച് എന്തായിരിക്കും, അതിൻ്റെ പെർഫോമൻസ് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ കൂടുന്തോറും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള നാരോ ഫ്രീക്വൻസിയിലായിരിക്കും അവിടെ റെസൊണേഷൻ നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഹാർട്ട്ലി ഓസിലേറ്റർ, കോൾപിറ്റ് ഓസിലേറ്റർ ആൻഡ് ക്രിസ്റ്റൽ ഓസിലേറ്റർ, ഈ മൂന്നെണ്ണമാണ് ഈ വീഡിയോയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.